സാധാരണ രീതിയിൽ ചായയും കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ ധാരാളം കഫെയിൻ നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ധാരാളം വെള്ളം കുടിക്കേണ്ടതായിട്ട് വരും. പിന്നെ ലോങ് ടൈമിലേക്ക് ചിന്തിക്കുമ്പോൾ നല്ലതല്ല. നമ്മുടെ സ്കിന്നിൻ്റെ ഏജിങ്ങിനെയൊക്കെ ഇത് ബാധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായതുകൊണ്ട് ചായയും കാപ്പിയും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അത് പാൽ ചായ ആണെങ്കിലും സാധാ കട്ടൻ ചായ കാപ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിലും. പക്ഷേ നമുക്ക് സാധാരണ രീതിയിൽ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നല്ല ഹെർബൽ ടീസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ തരുന്ന ഒട്ടും കഫെയിൻ ഇല്ലാത്ത ധാരാളം ഫ്രീ റാഡിക്കൽസ് അടങ്ങിയിട്ടുള്ള എനർജി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ ഹെർബൽ ടീസ് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചായയും കാപ്പിയൊക്കെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡെയിലി ലൈഫിൻ്റെ ഒരു ഭാഗമാക്കിയ ഒരുപാട് റിസൾട്ട് നമുക്ക് നേരിട്ട് അറിയാൻ പറ്റും. അതിൽ കുറച്ച് ലിസ്റ്റാണ് പറയുന്നത്. ഒരുപാട് ഹെർബൽ ടീസ് ലിസ്റ്റും അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പക്ഷെ അതൊക്കെ നമുക്ക് പുറത്തുനിന്നും കൂടി വാങ്ങേണ്ടി വരും. കാരണം എല്ലാം നമ്മുടെ വീട്ടിൽ അവൈലബിൾ അല്ല. വീട്ടിൽ അവൈലബിൾ ആവുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഗ്രീൻ ടീ ഒക്കെ വളരെ നല്ല ഹെർബൽ ടീ ആണ്. പക്ഷെ നമുക്ക് വീട്ടുവളപ്പിൽ കിട്ടില്ല. അത് പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഒന്നാമത്തെയാണ് നമ്മുടെ ചെമ്പരത്തി ചായ. ചെമ്പരത്തി നമുക്ക് എന്തായാലും കിട്ടും. ചെമ്പരത്തി നമ്മുടെ ഹൃദയത്തിന് നല്ലതാണ്, സ്കിന്നിന് നല്ലതാണ്, ഹെയറിന് നല്ലതാണ്. ചെമ്പരത്തി ചായയുടെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. അടുത്താണ് ഇഞ്ചി ചായ. ഇഞ്ചി ഒരു കഷ്ണം വെറുതെ ഇട്ട് വെള്ളത്തിൽ തിളപ്പിച്ചാൽ മതി. ചായ തന്നെ വേണമെന്നില്ല. വെള്ളം നമ്മൾ തുളസി വെള്ളം, അങ്ങനെ വെള്ളം പല വെള്ളം പേരക്കയുടെ ഇലയിട്ട് വെള്ളം തിളപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇഞ്ചി ചായ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അടുത്താണ് റോസ് ടീ. നമ്മുടെ റോസാപ്പൂവിൻ്റെ ഇതളുകൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. അതിനാണ് നമ്മൾ റോസ് ടീ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ബ്ലൂ ടീ ആണ്. ശംഖുപുഷ്പത്തിൻ്റെ ചായയാണ്. അതിപ്പോൾ ട്രെൻഡിങ് ആണ്. അടുത്തത് നമ്മുടെ ലെമൺ പ്ലസ് ജിഞ്ചർ ഉള്ള ചായയാണ്. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മിക്സ്ഡ് സ്പൈസ് ചായയാണ്. ഏലക്ക, ഗ്രാമ്പൂ, ജാതിക്ക സീഡ് ഇതൊക്കെ ഒരു വളരെ കുറച്ചളവിൽ എടുത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു സ്പൈസ് ടീ കിട്ടും. അതിൻ്റെ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിൽ തന്നെ എത്തും. സ്പൈസ് ഉപയോഗിച്ച് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ അത് ഉപയോഗിച്ച് വെള്ളം തിളപ്പിച്ചാലും കിട്ടും. പക്ഷെ പരിമിതമായ അളവ് എടുക്കണമെന്ന് മാത്രം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയും കൂടുതൽ ഹെർബൽ ടീസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളിതെല്ലാം പരീക്ഷിച്ച് നോക്കുക.